ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കടയിൽ നിന്ന് ഗോൾഡൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പൗച്ചിനകത്ത് ആ ബോക്സ് ഇട്ട് തരില്ലേ, ആ ഒരു പൗച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സിമ്പിളായിട്ടൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ സൈഡ് കാണുന്ന ഒരു സ്വർണ്ണ കളറിൽ ത്രെഡൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട്, കളയണ്ട. ഇനി നമ്മൾ അതിനൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് സൈഡിലുള്ള സ്റ്റിച്ചൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഇതുപോലെ മൂന്നായിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ജോയിൻ്റ് ആയിരിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് വേണം തയ്ക്കാനായിട്ട്. ഇനി നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് നടുഭാഗത്ത് നിന്ന് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുത്തിട്ട് അതൊന്ന് വലിച്ചമർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ചമർത്തി കെട്ടിയോ സ്റ്റിച്ച് ചെയ്തോ വെക്കാം. ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ച് കെട്ടിയെടുത്തിട്ട് നമുക്ക് ഇനി അതൊന്നും ഇങ്ങനെ ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ, ഇതിനെ നമുക്ക് വിരലുകൊണ്ടൊന്ന് വിടർത്തി ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഗോൾഡൻ കളറിലൊരു ചെറിയ വള്ളി ഇതിലുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വള്ളി വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന തരത്തിൽ ഈ വള്ളി ഞാൻ ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട്. കൂട്ടി പിടിച്ചിട്ട് ഒന്നുകിൽ ഒട്ടിച്ചെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിനെ തയ്ച്ചെടുക്കാം. എന്നിട്ട് അത്രയേ ഉള്ളൂ. അതിനെ ഇതുപോലെ ഒരു പൂ പോലെ, ഒരു മൊട്ട് പൂമ്പൊടി പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലെടുത്തിട്ട് ഫെവി ബോണ്ട് വെച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ എന്തെങ്കിലുമൊക്കെ എടുക്കാം, ഇല്ല തയ്ച്ചും വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് സ്റ്റോണോ ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ കയ്യിലുള്ള സാധനം വെച്ച് ചെയ്യാം. ഇനി നമ്മളിതൊരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബണ്ണിലോ ഹെയർ ബോയിലോ ഒക്കെ അറ്റാച്ച് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ഭംഗി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലീഫും പോളൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് സാരിയുടെ പീസാണ്, നല്ലൊരു ഷൈനിങ് ഉള്ള ഗ്രീൻ കളറാണ്. അതൊരു ലീഫിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ കട്ട് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ വെറുതെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒട്ടില്ല, കാരണം അതൊരു പ്രത്യേക മെറ്റീരിയൽ ആണല്ലോ. അപ്പം അതൊന്ന് ഇതുപോലെ ഒരു ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം അടിയിൽ കൂടെയും പിന്നെ ഒന്ന് ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകളിലും വെച്ച് കൊടുത്തിട്ടാണ് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പോളൻസും പിന്നെ ലീവ്സും ഒക്കെ അവിടെ ആയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുന്നതായാലും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതായാലും പിന്നെ ഡെയിലി വ്ളോഗ്സ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൗച്ചസൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതൊക്കെ കളയാണ്ട് ഇതുപോലത്തെ നല്ല ഹെയർ ക്ലിപ്സ് നമുക്ക് ഈസി ആയിട്ട് ₹1 പോലും ചിലവില്ലാതെ വീട്ടിലിരുന്ന് നമ്മുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്.